നമ്മളങ്ങനെ കാസർഗോഡ് വീട്ടിലെത്തി ഒന്ന് ഫ്രഷായി രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് അതുപോലെ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ഉച്ചയ്ക്കത്തെ ഊണും കഴിഞ്ഞിരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇക്കാലത്തൊക്കെ ഫോണിൽ പണിയുന്നുണ്ടെന്ന് ഇതുമോളൊക്കെ ഉറക്കമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ ഷോർട്സിലും വ്ളോഗിലൊക്കെ ആരോ കമൻറ്റ് ഇട്ടേക്കുന്നുണ്ടോ എന്തോ ഒരു സന്തോഷം ഇല്ലാത്ത പോലെ വോയിസൊക്കെ എന്തോ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഈ യാത്ര കഴിഞ്ഞ് വന്ന അന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും തളർച്ചയൊക്കെ ആ വോയിസിലുണ്ട്. ഈ കമൻറ്റ് കണ്ടതിന് ശേഷം വീണ്ടും ഞാൻ കയറി നോക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അങ്ങനെ നമ്മൾ ഉച്ച കഴിഞ്ഞ് ഒരു വൈകുന്നേരമൊക്കെ ആവാനായപ്പോഴേക്കും ഞാനും ഇക്കായും പിള്ളേരും കൂട്ടിയിട്ട് പാണത്തൂർ വരെ വന്നാണ് കേട്ടോ. അഫിയുടെ മുടി വെട്ടിക്കണമായിരുന്നു, പിന്നെ ഇക്കാക്ക് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് വാങ്ങിച്ചു. ഇക്കാണെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കാൻ കേട്ടോ. അപ്പോഴേക്കും ഉണ്ട് രണ്ടുപേരും കിടന്ന് നല്ല ഉറക്കമായി. അതുകൊണ്ട് മുടി വെട്ടിക്കലൊന്നും നടന്നില്ല. പിന്നെ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയിട്ടതിന് ശേഷം അഫി എഴുന്നേറ്റതിന് ശേഷമാണ് അവനെ കൊണ്ടുപോയിട്ട് മുടി വെട്ടിക്കുന്നത്. അങ്ങനെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഇതേ പാമ്പും കൂടെയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി ഇതേ 3 പേരും കൂടി ഇരുന്ന് കളിക്കുന്നതാണ് കേട്ടോ. നിധിമോളെ അങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നതുകൊണ്ടാണ് അവളൊരു ചിണുക്കം പോലെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ